ഹായ്, ഞാൻ എജി ബഷീർ. AGB ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് SSLC അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികൾ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലക്ഷ്യമാണ്. എന്തിനു വേണ്ടി പഠിക്കുന്നു, എന്തായിത്തീരാൻ പഠിക്കുന്നു, അതിനുവേണ്ടി ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, എങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ എവിടെ എത്തിച്ചേരും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടുകൂടി മാത്രമായിരിക്കണം ഇനി അങ്ങോട്ടുള്ള പഠനം. പ്രത്യേകിച്ച് SSLC കഴിഞ്ഞ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ അവർ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നവർ മുമ്പിൽ വിശാലമായ ഒരു ലക്ഷ്യം ഉണ്ടാവേണ്ടതുണ്ട്. അവർ ആ കാര്യങ്ങളിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയ ശേഷമായിരിക്കണം അവർ സ്വീകരിക്കുന്നത്. ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, പാരാമെഡിക്കലിലേക്ക് പോകണോ, അല്ല മറ്റേതെങ്കിലും കോഴ്സിലേക്ക് പോകണോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ അവരുടെ മുന്നിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, അതിനും ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് സബ്ജക്റ്റുകളുള്ള, ഒരുപാട് കോമ്പിനേഷനുകളുള്ള ഒരു സംഗതിയാണ് ഹ്യൂമാനിറ്റീസ്. അതുപോലെ കോമേഴ്സിനും അതേ സംഗതി തന്നെ CA വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള നിരവധി സാധ്യതകളുള്ള ഒരു ലോകമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏതിലേക്ക് പോകണമെന്ന് ലക്ഷ്യം. ഇന്നിപ്പോൾ ഹയർ സെക്കൻഡറി റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞു. ഹയർ സെക്കൻഡറി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യത്തിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് അവരുടെ എന്തായിത്തീരണം, ഞാൻ ഭാവിയിൽ ആരായിത്തീരണം എന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. ഡോക്ടർ ആവാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പ്, എൻട്രൻസ് പരീക്ഷ എഴുതണം, MBBS അഡ്മിഷൻ ഏത് കോളേജിൽ, അതിനുശേഷം MBBS ശേഷം സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഏത് മേഖല, ഇതിനെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകേണ്ട വഴികൾ ഇപ്പോൾ തന്നെ ചൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വളരെ എളുപ്പമായി തീരും. ഇല്ലെങ്കിൽ ആകെ തപ്പിക്കളിക്കുന്ന ഒരവസ്ഥ വരും. എന്തായിത്തീരണം എന്ന ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു മേഖല അല്ലെങ്കിൽ മറ്റൊരു മേഖല അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടി ഹയർ സെക്കൻഡറി സയൻസ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ CAക്കും പോവാം, അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജ് പഠിക്കാം. ഒരുപാട് സാധ്യതയുണ്ട്. എല്ലാ കോമ്പിനേഷനിലേക്കും എല്ലാറ്റിലേക്കും അവരുടെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. നേരെ ഹ്യൂമാനിറ്റീസ് ഹയർ സെക്കൻഡറി എടുത്ത കുട്ടിക്ക് ഒരിക്കലും മെഡിസിനിലേക്ക് വരാൻ പറ്റില്ല, അതുപോലെ എഞ്ചിനീയറിംഗിലേക്ക് വരാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുപോലെ കോമേഴ്സ് എടുത്ത കുട്ടിക്കും അതേ സംഗതിയാണ്. മെഡിക്കലിലേക്കോ അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളിലേക്കോ എഞ്ചിനീയറിംഗിലേക്കോ വരാൻ വേണ്ടി പ്രയാസപ്പെടും. അതുകൊണ്ട് തന്നെ വ്യക്തമായ ധാരണയോടുകൂടി ഒരു ചൂസ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം SSLC ആയാലും ഇനി +2 കഴിഞ്ഞ കുട്ടികളായാലും ഇനി എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്. SSLC കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സമയമുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി കുട്ടികൾ ഇനി അടുത്ത് ജോബുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തായി തീരണം എന്നതിലേക്കുള്ള ഒരു യാത്രയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ലക്ഷ്യം ഇപ്പോൾ തന്നെ ആ ലക്ഷ്യം കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വഴികൾ, അത്തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ ഒരു വിജയത്തിലേക്ക് പോകാൻ പറ്റൂ. ഈ ഒരു മനസ്സിൽ ഈ ലക്ഷ്യം നിർബന്ധമായിട്ട് വെക്കണം. എന്തായിത്തീരണം എന്നതാണ്. ഇപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റ് ആവണം, അങ്ങനെ ഒരുപാട് മേഖലകൾ നമ്മുടെ മുന്നിലുണ്ട്. വിവിധ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഭാവിയിൽ ആരായിത്തീരണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയോടുകൂടി പ്രവർത്തിക്കുക. ഒരു അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് സബ്ജക്റ്റിലെ അധ്യാപകനാകാൻ എന്തൊക്കെ, ഹൈസ്കൂൾ അധ്യാപകനാകണോ, അല്ല UP വരെയുള്ള അധ്യാപകനാകണോ, അല്ല കോളേജ് അധ്യാപകനാകണോ. അപ്പോൾ കോളേജ് അധ്യാപകനാകണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? PG വരെ പഠിക്കണം, ദീർഘമായിട്ട് പഠിക്കാനുണ്ട്, അതിന് സെറ്റ് എഴുതിയെടുക്കണം, MPhil എടുത്താൽ അത്രയും നല്ലത്, PhD എടുത്താൽ അതിനേക്കാൾ ഗുണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് PhD ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര മേഖല ഗൾഫിലൊക്കെ ആണെങ്കിൽ കൂടുതൽ സാധ്യതയാണ് ഈ കോളേജ് അധ്യാപകർക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് കോഴ്സിലേക്ക് പോകണം, എങ്ങനെ ഏത് പഠിച്ചാലാണ് അവിടെ എത്തിച്ചേരുക. നേരെ മറിച്ച് ഹൈസ്കൂൾ അധ്യാപകനാകണം, അപ്പോൾ ഹൈസ്കൂൾ അധ്യാപകൻ ഡിഗ്രിയും B.Ed ആവശ്യമുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയെടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ധാരണയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരുകയും നിങ്ങളുടെ മുന്നിൽ ആ വഴി കൃത്യമായിട്ട് ഉണ്ടാവുകയും ആ വഴിയുടെ സഞ്ചരിക്കാനും എളുപ്പമാകും, ലക്ഷ്യത്തിലേക്ക് എത്താനും എളുപ്പമാകും. പിന്നെ ചൂസ് ചെയ്യുമ്പോൾ സയൻസ് ചൂസ് ചെയ്യണോ, അല്ല ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യണോ, കോമേഴ്സ് ചൂസ് ചെയ്യണോ എന്നത് SSLC കഴിയുന്ന കുട്ടികളുടെ മുന്നിലെ ചോദ്യമാണ്. ഈ ചോദ്യത്തിലും അതേപോലെ തന്നെ അവരുടെ അഭിരുചി, അവരുടെ താല്പര്യം, ഏത് മേഖലകളിൽ പ്രവർത്തിക്കണം എന്നതൊക്കെ മനസ്സിലാക്കി
തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും വിജയം അതിൻ്റെ പിറകിൽ ഉണ്ടാവുകയും ചെയ്യും, വിജയത്തിലെത്താൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മടുപ്പില്ലാതെ, ബോറടിക്കാതെ, മറ്റാരുടെ നിർബന്ധത്തിന് വഴങ്ങാതെ, കുട്ടികളുടെ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട്. ഹയർ സെക്കൻഡറി കഴിയുന്ന കുട്ടികൾക്ക് അവർക്ക് ഇപ്പം തന്നെ ഒരു വ്യക്തമായ ഏകദേശം ധാരണ വന്നിട്ടുണ്ടാവും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു ലക്ഷ്യത്തോടുകൂടി, ലക്ഷ്യം എവിടെ എത്തിച്ചേരണം എന്ന ലക്ഷ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യം ഏതാണ്, ലക്ഷ്യത്തിലെത്താനുള്ള വഴി ഏതാണ്, ആ വഴിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് എനിക്ക് ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവിടെ എത്തിച്ചേരാൻ പറ്റും, എനിക്ക് ഇത്ര പഠിക്കാൻ പറ്റും, ഇത്ര കാലം എനിക്ക് പഠിക്കാൻ പറ്റും, ഇത്ര സമയം എനിക്ക് പഠിക്കാൻ പറ്റും. ഇനി ഷോർട്ട് പീരീഡിലാണെങ്കിൽ ആ ഷോർട്ട് പീരീഡിനനുസരിച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിപ്പോൾ അത്ര എനിക്ക് പഠിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് പീരീഡിനനുസരിച്ചുള്ള ലക്ഷ്യം ഉണ്ടാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പാത്ത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക. സുനിശ്ചിത വിജയം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു.